Hello friends! ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തോർ ദ ഡാർക്ക് വേൾഡിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1ൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെയിൻ ഫോസ്റ്ററും ഡാർസിയും അസിസ്റ്റന്റും കൂടി വളരെ വിചിത്രമായ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ ഗ്രാവിറ്റി ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. താഴേക്കിടുന്ന സാധനങ്ങൾ ഏതോ പോർട്ടലിൽ കൂടെ പോയി വേറെ ഏതൊക്കെയോ പോർട്ടലിൽ കൂടെ വരുന്നു. ചില സാധനങ്ങൾ തിരിച്ചു വരുന്നുമില്ല. ഈ സമയത്ത് തന്റെ കയ്യിലുള്ള ഡിവൈസിൽ അസ്വാഭാവികമായിട്ട് എന്തൊക്കെയോ റീഡിംഗ് കണ്ടതോടെ ജെയിൻ അതിന്റെ പിന്നാലെ പോയി. അങ്ങനെ ഏതോ ഒരു പോർട്ടലിൽ കൂടെ ജെയിൻ അറിയാതെ വേറെ എവിടേക്കോ എത്തുന്നു. അത് സ്വാട്ടൽഹൈം ആയിരുന്നു, അതായത് മാലക്കിത്തിന്റെ ലോകം. അവിടെ ബോർ ചക്രവർത്തി ആരും എടുക്കാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈതർ ജെയിനിന്റെ ശരീരത്തിലേക്ക് കയറി പോകുന്നു. ജെയിൻ ഉടനെ തന്നെ ബോധം കെട്ട് വീഴുകയാണ്. ജെയിനിനെ കാണാനില്ല എന്നറിഞ്ഞതോടെ തോറിനാകെ ടെൻഷനായി. തോർ ഭൂമിയിലേക്ക് വരാൻ തീരുമാനിക്കുന്നു. ഇതേ സമയം മാലക്കിത്ത് അസ്ഗാർഡ് ആക്രമിക്കാനും തീരുമാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതറിയാനായി ഇന്നത്തെ എപ്പിസോഡ് കാണുക. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. ജെയിൻ കണ്ണുകൾ തുറക്കുന്നു. അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ ഓടി ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വരികയാണ്. അവിടെ ഡാർസിയും കുറെ പോലീസുകാരും നിൽക്കുന്നുണ്ടായിരുന്നു. ജെയിന് മനസ്സിലായി ഡാർസി പോലീസിനെ വിളിച്ചു വരുത്തിയതാണെന്ന്. ഡാർസി ജെയിനെ കണ്ടു ഓടി വരുന്നു. ഡാർസി പറയുന്നു, ജെയിൻ നീ എവിടെയായിരുന്നു? ഞങ്ങൾ നിന്നെ എവിടെയൊക്കെ തപ്പിന്നറിയോ? അവസാനം എവിടെയും കാണാതായപ്പോഴാണ് പോലീസിനെ വിളിച്ചത്. ജെയിൻ പറയുന്നു, എന്റെ പൊന്നു ഡാർസി, നീ എന്ത് മണ്ടത്തരോ കാണിച്ചത്? നമ്മൾക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് റിസർച്ച് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടിയത്. പോലീസ് നമ്മളെ ഇനി ഇങ്ങോട്ട് അടുപ്പിക്കില്ല. അപ്പോഴാണ് ഡാർസി ജെയിനെ ഞെട്ടിച്ച ഒരു കാര്യം പറഞ്ഞത്. ജെയിൻ, നിന്നെ കാണാതായിട്ട് 5 മണിക്കൂർ കഴിഞ്ഞു. 5 മണിക്കൂറോ? ജെയിന് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് അവര് വേറൊരു വിചിത്രമായ കാര്യം ശ്രദ്ധിക്കുന്നത്. അവരുടെ ചുറ്റും മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ജെയിനും ഡാർസിയും നിന്ന സ്ഥലത്ത് മാത്രം മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതെന്താ ഇങ്ങനെയെന്ന് ആലോചിച്ച് അവര് നിൽക്കുകയാണ്. അപ്പോഴാണ് ജെയിന് എന്തോ പന്തികേട് തോന്നിയത്. അവൾ തിരിഞ്ഞു നോക്കുന്നു. ജെയിൻ വിചാരിച്ചതുപോലെ തന്നെ അത് തോറിന്റെ പണിയായിരുന്നു. ജെയിൻ തോറിന്റെ അടുത്തേക്ക് ഓടി. ഡാർസിക്ക് വീണ്ടും മഴ കൊള്ളാൻ തുടങ്ങി. ജെയിൻ അടുത്ത് വന്നപ്പോ തോർ ഹായ് പറയുന്നു. പക്ഷെ ജെയിൻ ഹായ് പറഞ്ഞത് ഇങ്ങനെയാണ്. എന്തിനാ ജെയിൻ എന്നെ അടിച്ചതെന്ന് തോർ ചോദിക്കുന്നു. അപ്പോ ജെയിൻ പറയുന്നു, സോറി തോർ, അത് പെട്ടെന്ന് എന്നെ കണ്ടപ്പോ അറിയാതെ അടിച്ചതാണ്. ഇങ്ങനെ പറഞ്ഞ് തീരുന്നതിന് മുൻപ് ഒരു അടി കൂടി കൊടുക്കുന്നു. എന്നിട്ട് ജെയിൻ പറയുന്നു, തോർ നീ എവിടെയായിരുന്നു? നീ ഇത്രയും നാൾ എവിടെ പോയി കിടക്കുകയായിരുന്നു? എല്ലാവരും എന്നോട് നീ തിരിച്ചു വരില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ നിന്നെ കുറെ കാലം കാത്തിരുന്നു. എനിക്ക് കാത്തിരുന്ന് മടുത്തുപോയി. ഇപ്പോഴാണ് നീ വരുന്നത്. തോർ പറയുന്നു, ജെയിൻ, എനിക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അസ്ഗാർഡിലുള്ളവർ ഇങ്ങോട്ട് വരുന്നത് ബൈഫ്രോസ്റ്റ് വഴിയാണ്. പക്ഷെ ആ ബൈഫ്രോസ്റ്റ് എനിക്ക് തകർക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതിരുന്നത്. ജെയിൻ പറയുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കില്ല. അന്ന് ന്യൂയോർക്കിൽ യുദ്ധം ഉണ്ടായപ്പോ അവെഞ്ചേഴ്സിൽ ഒരുത്തനായിട്ട് ഞാൻ നിന്നെയും ടിവിയിൽ കണ്ടു. ബൈഫ്രോസ്റ്റ് തകർന്നിട്ടാണ് നീ വരാത്തതെങ്കിൽ പിന്നെ അന്നെങ്ങനെ നീ വന്നത്? എന്നിട്ട് നീ എന്താ എന്നെ കാണാതെ പോയത്? ജെയിൻ, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനത്തോടെ കേക്ക്. ബൈഫ്രോസ്റ്റ് തകർന്നു. വരാൻ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ പിതാവ് ഓഡിൻ ഡാർക്ക് എനർജി ഉപയോഗിച്ചിട്ടാണ് എന്നെ തിരിച്ച് ഭൂമിയിലേക്ക് വിട്ടത്. അതൊരു കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. എന്റെ സഹോദരൻ ലോക്കിയെ തടയാനും ടെസ്റാക്ട് തിരിച്ചു കൊണ്ടുപോകാനും. അങ്ങനെ ടെസ്റാക്ട് തിരിച്ചു കൊണ്ടുപോയി അത് വെച്ചാണ് ബൈഫ്രോസ്റ്റ് വീണ്ടും നിർമ്മിച്ചത്. പിന്നെ ഞാൻ നിന്നെ മറന്നിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ എന്നും ഹൈംദാലിനോട് പറഞ്ഞ് നിനക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ഉറപ്പായിരുന്നു, നീ എന്തായാലും എന്നെ കാത്തിരിക്കുമെന്ന്. തോർ പറഞ്ഞതൊക്കെ കേട്ട് ജെയിൻ റൊമാൻറ്റിക് ആവുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കിസ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇടയ്ക്ക് ഡാർസി കയറി വരുന്നത്. ഡാർസി പറയുന്നു, തോർ ഈ മഴ നീ വരുത്തിയതാണോ? എന്നാ പിന്നെ ഇത് പെട്ടെന്നൊന്ന് നിർത്ത്. എനിക്ക് ശരീരം നനയ്ക്കുന്നത് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞൂടെ? പിന്നെ മസിലൊക്കെ പെരുപ്പിച്ച് കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. അസ്ഗാർഡിൽ ജിമ്മൊക്കെ ഉണ്ടല്ലേ. തോർ മഴ നിർത്തുന്നു. ഡാർസിയും തോറും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു പോലീസ് ഓഫീസർ ജെയിനെ അടുത്തേക്ക് വിളിക്കുന്നു. പോലീസ് പറയുന്നു, മിസ് ജെയിൻ ഫോസ്റ്റർ എന്നല്ലേ നിങ്ങളുടെ പേര്? നിങ്ങളിപ്പോ കടന്നു വന്നിരിക്കുന്ന സ്ഥലം വേറെ ഒരാളുടെ പേരിലുള്ളതാണ്. നിങ്ങളിവിടെ അതിക്രമിച്ചാണ് കടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പോലീസ് ജെയിനിന്റെ കൈ പിടിക്കുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. ജെയിനിന്റെ ശരീരത്തിലെ ഈതറിന്റെ ശക്തി കൊണ്ട് ആ പോലീസുകാരൻ തെറിച്ചു പോകുന്നു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കാറുകളുടെയൊക്കെ ചില്ല് പൊട്ടിപ്പോവുകയാണ്. തോർ പെട്ടെന്ന് വന്ന് നിലത്ത് വീണുകിടന്ന ജെയിനെ എഴുന്നേൽപ്പിക്കുന്നു. അപ്പോഴേക്കും പോലീസുകാരൊക്കെ ജെയിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള തീരുമാനമെടുത്തു. പോലീസുകാരൻ വന്നിട്ട് പറയുന്നു, മിസ്റ്റർ, നിങ്ങൾ അവളെ തൊടരുത്, അവൾ അപകടകാരിയാണ്. അപ്പോ തോർ പറയുന്നു, ശരിയാ, ഇവളെ തൊട്ടാൽ അപകടമാണ്. അത് നിങ്ങൾക്ക്. തൽക്കാലം ഞാൻ അവളെ എന്റെ കൂടെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ട് തോർ മുകളിലേക്ക് നോക്കുന്നു. പെട്ടെന്ന് തോറും ജെയിനും കൂടി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈഫ്രോസ്റ്റ് വഴിയാണ് ഇവർ രണ്ടുപേരും പോയത്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ജെയിനിനെ കൊണ്ട് തോർ എങ്ങോട്ടാണ് പോയതെന്ന്. അസ്ഗാർഡിലേക്ക്.
തോറിന്റെ കൂടെ വന്നതുകൊണ്ട് ഹൈംദാൽ ജെയിനിനെ തടയുന്നില്ല. ഹൈംദാൽ ജെയിനിനെ അസ്ഗാർഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജെയിനിനാവട്ടെ അസ്ഗാർഡിലേക്കുള്ള യാത്രയും അസ്ഗാർഡും ഒക്കെ പുതിയൊരു അനുഭവമായിരുന്നു. ജെയിൻ അവിടെയൊക്കെ അത്ഭുതത്തോടെ നോക്കി കണ്ടു. തോർ ജെയിനിനെ അസ്ഗാർഡിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ജെയിനിന് എന്താണ് പറ്റിയത്, ജെയിനിന്റെ ഉള്ളിൽ എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. തോർ സമയം കളയാതെ ജെയിനിനെ കൊണ്ട് അസ്ഗാർഡിലെ വൈദ്യന്മാരുടെ അടുത്തേക്ക് പോകുന്നു. അവരെല്ലാവരും കൂടി ജെയിനിനെ പരിശോധിച്ചു നോക്കുന്നു. അസ്ഗാർഡിലെ വൈദ്യന്മാർക്ക് ഭൂമിയിലില്ലാത്ത കുറെ വിദ്യകൾ അറിയാമായിരുന്നു. അവരൊരു മനുഷ്യനെ പരിശോധിക്കുന്നത് അവരുടെ ഓറ എടുത്തിട്ടാണ്, അതായത് അവരുടെ ആത്മാവിന്റെ വലയം. അങ്ങനെ പരിശോധിച്ചപ്പോ അവർ ഒരു കാര്യം കണ്ടെത്തി. അവർ തോറിനോട് പറയുന്നു, തോർ, ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അവളുടെ ഉള്ളിലുള്ളത് അവളെ പതുക്കെ പതുക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തോറിന് ഇത് കേട്ട് വീണ്ടും ടെൻഷനായി. ആ സമയത്താണ് ഓഡിൻ ചക്രവർത്തി അങ്ങോട്ട് കടന്നു വരുന്നത്. ഓഡിൻ തോറിനോട് പറയുന്നു, തോർ, നീ ഞാൻ പറഞ്ഞത് അനുസരിക്കില്ല എന്നാണോ? ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഇവളെ പറ്റിയുള്ള ചിന്തകൾ ഉപേക്ഷിക്കാൻ, പക്ഷെ നീ അവളെ അസ്ഗാർഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. തോർ പറയുന്നു, പിതാവേ, അവൾക്കെന്തോ രോഗമുണ്ട്. ഓഡിൻ പറയുന്നു, തോർ, രോഗം വരിക, മരിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ച് സാധാരണ കാര്യമാണ്. അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഭൂമിയിൽ വൈദ്യന്മാരുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ അസ്ഗാർഡിൽ വരേണ്ടവരല്ല. ജെയിനിന് ഇത് കേട്ടിട്ട് ദേഷ്യം വന്നു. ജെയിൻ തോറിനോട് ചോദിക്കുന്നു, തോർ, ആരാണ് ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്? ഓഡിൻ പറയുന്നു, മോളെ, ഞാനാണ് ഈ 9 ലോകത്തിന്റെയും സംരക്ഷകൻ, തോറിന്റെ പിതാവ് ഓഡിൻ. ജെയിൻ പറയുന്നു, അത് പിന്നെ കൗതുകം ലേശം കൂടുതലാ, മാപ്പാക്കണം. ഓഡിൻ അവിടെയുള്ള സൈനികരോട് ഈ പെൺകുട്ടിയെ വീണ്ടും ഭൂമിയിൽ കൊണ്ടാക്കാൻ പറയുന്നു. തോർ അത് സമ്മതിക്കില്ല എന്ന് പറയുന്നു. അവിടെയുള്ള ആരോ ജെയിനിനെ തൊടാൻ ശ്രമിച്ചതും നേരത്തെ പോലീസ് തെറിച്ചു പോയതുപോലെ അവരും തെറിച്ചുപോയി. അപ്പോഴാണ് ഓഡിന് മനസ്സിലായത് ഇത് ഭൂമിയിലുള്ള ഒന്നുമല്ല, ഇവളുടെ ശരീരത്തിൽ എന്തായാലും അതിന് അസ്ഗാർഡുമായി എന്തോ ബന്ധമുണ്ട്. ഓഡിൻ പെട്ടെന്ന് ജെയിനിനെ പരിശോധിച്ചു നോക്കുന്നു. ജെയിനിന്റെ ശരീരത്തിലുള്ളത് ഈതർ ആണെന്ന് ഓഡിന് മനസ്സിലായി. ഓഡിൻ ജെയിനിനെയും തോറിനെയും കൊണ്ട് ഒരു മുറിയിലേക്ക് പോകുന്നു. സത്യത്തിൽ അതൊരു മുറിയായിരുന്നില്ല, ചരിത്രപരമായ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ ചെന്നിട്ട് ഓഡിൻ ഒരു പുസ്തകം തുറക്കുന്നു. ആ പുസ്തകത്തിന്റെ ഉള്ളിൽ ഡാർക്ക് എൽഫ്സിന്റെ, അതായത് മാലക്കിത്തിന്റെയും അയാളുടെ ആർക്കായുടെയും ഫുൾ ചരിത്രം ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പാർട്ടിന്റെ ആദ്യമേ പറഞ്ഞ കഥയുണ്ടല്ലോ, അതായത് ബോർ ചക്രവർത്തി വന്നതും മാലക്കിത്തിനെ തടഞ്ഞതും ഈതറും അങ്ങനത്തെ കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഓഡിൻ തോറിനോടും ജെയിനിനോടും പറഞ്ഞു കൊടുക്കുന്നു. ഈ കഥയൊക്കെ അമ്മയായ ഫ്രിഗ് പറഞ്ഞ് തോറിന് അറിയാമായിരുന്നു. പക്ഷേ ജെയിനിനതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളായിരുന്നു. പക്ഷേ ഒരു വട്ടം ശരീരത്തിൽ കയറിയ ഈതർ എങ്ങനെ പുറത്തെടുക്കണമെന്ന് ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. അത് ഓഡിനും അറിയാത്ത കാര്യമായിരുന്നു. ജെയിനിന്റെ ശരീരത്തിൽ നിന്ന് ഈതർ പുറത്തെടുക്കുന്നത് വരെ ജെയിൻ അസ്ഗാർഡിൽ നിൽക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. ജെയിനിനിടാനായിട്ട് അസ്ഗാർഡിലെ പ്രത്യേക വസ്ത്രമൊക്കെ കിട്ടുന്നുണ്ട്. അസ്ഗാർഡിലുള്ള മനോഹരമായ ഒരു സ്ഥലത്ത് തോറും ജെയിനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തോർ ജെയിനിന് പുതിയ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് എല്ലാ 5000 വർഷത്തിലും കൺവെർജൻസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കും. ആ പ്രക്രിയ നടക്കുമ്പോഴാണ് 9 ലോകങ്ങളും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരിക, അതായത് 9 ലോകങ്ങളും കണക്ട് ആവുക. ഇത് സംഭവിക്കുമ്പോൾ പല ഭാഗങ്ങളിലും ഒരുപാട് പോർട്ടലുകൾ ഉണ്ടാവും. അതിലൊരു പോർട്ടലിൽ കൂടെയാണ് ജെയിൻ സ്വാട്ടൽഹൈമിൽ എത്തിയതെന്നും അവിടെ നിന്നാണ് ഈതർ ഇവളുടെ ശരീരത്തിൽ കയറിയതെന്നും തോർ പറയുന്നു. കൺവെർജൻസിന്റെ കാലം കഴിഞ്ഞാൽ ലോകങ്ങളെല്ലാം പഴയതുപോലെ അകന്നു പോകും, പക്ഷേ ജെയിൻ, നീയും ഞാനും അകന്നു പോവില്ല എന്നൊക്കെ തോർ ജെയിനോട് പറയുകയാണ്. അങ്ങനെ വളരെ റൊമാൻറ്റിക് ആയ സംഭാഷണത്തിന് ശേഷം അവർ കിസ് ചെയ്യുന്നു. എന്റെ ശരീരത്തിൽ നിന്ന് ഈതർ പുറത്തെടുക്കാൻ പറ്റില്ലെന്നല്ലേ രാജാവ് ഓഡിൻ പറഞ്ഞത് എന്ന് ജെയിൻ തോറിനോട് ചോദിക്കുന്നു. തോർ പറയുന്നു, ജെയിൻ, നിന്റെ ശരീരത്തിൽ നിന്ന് ഈതർ എന്തായാലും പുറത്തെടുക്കും. പിതാവിന് എല്ലാ കാര്യങ്ങളും അറിയില്ലല്ലോ. ആ സമയത്താണ് തോറിന്റെ അമ്മയായിട്ടുള്ള ഫ്രിഗ് അങ്ങോട്ട് വരുന്നത്. ഫ്രിഗ് പറയുന്നു, തോർ, നീ പിതാവിനെ പറ്റി കുറ്റം പറയുകയാണോ? അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയില്ല എന്ന് നീ പറഞ്ഞത് അദ്ദേഹം കേട്ടാൽ അത് മതി പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം വരാൻ. അമ്മ വന്നപ്പോ തോറിന് സന്തോഷമായി. തോർ ജെയിനിന് അമ്മയ്ക്കും അമ്മയെ ജെയിനിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആ രാജ്യത്തെ മഹാറാണിയായിരുന്ന ഫ്രിഗയെ പരിചയപ്പെടാൻ പറ്റിയതിൽ ജെയിനിനും സന്തോഷമായി. ഈ സമയത്ത് മാലക്കിത്ത് എന്താണ് ചെയ്തിരുന്നത്? മാലക്കിത്ത് ഒരു പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും 5000 വർഷത്തിന് ശേഷം കൺവെർജൻസ് നടക്കാൻ പോവുകയാണ്. ലോകത്തെ വീണ്ടും അന്ധകാരത്തിലാക്കാൻ ഇതിനേക്കാൾ പറ്റിയ സമയമില്ല. അതിനുവേണ്ടി ഇവർക്ക് ഈതർ ആവശ്യമാണ്. ഈതർ എവിടെയാണുള്ളതെന്ന് അറിയാൻ മാലക്കിത്തിന് പറ്റുമായിരുന്നു. ഈതർ ഉള്ളത് അസ്ഗാർഡിലാണെന്ന് മാലക്കിത്ത് മനസ്സിലാക്കി. അതായത് ജെയിനിന്റെ ശരീരത്തിൽ. അസ്ഗാർഡുകാരോട് പണ്ടത്തെ ഒരു പക മാലക്കിത്തിന് ഇപ്പോഴും ബാക്കി കിടക്കുകയാണ്. പോരാത്തതിന് ഈതറും അസ്ഗാർഡിൽ തന്നെയാണുള്ളത്. മാലക്കിത്ത് ഒരു കാര്യം തീരുമാനിക്കുന്നു, എങ്ങനെയെങ്കിലും അസ്ഗാർഡിലേക്ക് ചെന്ന് അവിടെയുള്ളവരെയൊക്കെ
നശിപ്പിക്കണം, ഈതർ എടുക്കണം, വീണ്ടും കൺവെർജൻസിന്റെ സമയത്ത് ലോകത്തെ ഇരുട്ടിലാഴ്ത്തണം. അതിനുവേണ്ടി അവരൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. മാലക്കിത്ത് തന്റെ വലങ്കൈയായിട്ടുള്ള അൽഗ്രിമിനെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, അൽഗ്രിം, നീയാണ് എന്റെ വിശ്വസ്തൻ. ഈ കാര്യം ചെയ്യാൻ എനിക്ക് വേറെ ആരോടും പറയാൻ സാധിക്കില്ല. ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ നീ അല്പം വേദന അനുഭവിക്കേണ്ടി വരും. പക്ഷേ നീ അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരമായിട്ട് നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടക്കും. അൽഗ്രിം പറയുന്നു, യജമാനൻ, താങ്കൾ എന്തു പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ എന്നും താങ്കളുടെ വിശ്വസ്തനായിരിക്കും. മാലക്കിത്തിന് സന്തോഷമായി. അയാൾ ഉടനെ തന്നെ തന്റെ പ്രത്യേക ആയുധമായിട്ടുള്ള കേർസ് സ്റ്റോൺ പുറത്തേക്ക് എടുക്കുന്നു. ഞാൻ കഥയുടെ ആരംഭത്തിലേ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഡാർക്ക് എൽവ്സ് ഈ കേർസ് സ്റ്റോൺ കയ്യിൽ വെച്ച് അമർത്തി പൊട്ടിക്കുകയാണെങ്കിൽ അവർ വളരെയധികം ശക്തിയുള്ള രാക്ഷസന്മാരായി മാറും. മാലക്കിത്ത് ഒരു കത്തി എടുക്കുന്നു. എന്നിട്ട് അൽഗ്രിമിന്റെ വയറ് ചെറുതായിട്ട് കീറുകയാണ്. എന്നിട്ട് ഈ കേർസ് സ്റ്റോൺ അതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അൽഗ്രിം വേദന കടിച്ചു പിടിച്ച് അത് സമ്മതിച്ചു. പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അൽഗ്രിമിനെ അസ്ഗാർഡുകാർ പിടിച്ചുകൊണ്ടുപോയി അവിടുത്തെ തടവറയിലിടണം. അപ്പോൾ അൽഗ്രിമിന് ഈ കേർസ് സ്റ്റോൺ വെച്ച് വളരെ ശക്തനായി മാറാൻ പറ്റും. എന്നിട്ട് അസ്ഗാർഡിനെ ഉള്ളിൽ നിന്ന് തന്നെ നശിപ്പിക്കാൻ തുടങ്ങുക. ആ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ അസ്ഗാർഡിന്റെ ഉള്ളിലേക്കായിരിക്കും. അപ്പോഴായിരിക്കും മാലക്കിത്തും ബാക്കിയുള്ളവരും പുറത്തുനിന്ന് വന്ന് ആക്രമിക്കുക. ഇതായിരുന്നു പ്ലാൻ. ഈ പ്ലാൻ അനുസരിച്ച് വേറെ ഒരുപാട് കുറ്റവാളികളെ അസ്ഗാർഡിലെ പടയാളികൾ പിടിച്ച സമയത്ത് അൽഗ്രിമും പിടികൊടുക്കുകയാണ്. അവനൊരു മുഖംമൂടിയൊക്കെ വെച്ചാണ് വരുന്നത്. ഇവന്റെ വയറ്റിൽ കേർസ് സ്റ്റോൺ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അൽഗ്രിമിനെയും ബാക്കി പിടിച്ചവരെയും കൊണ്ട് അവിടുത്തെ തടവറയിൽ ഇടുകയാണ്. അൽഗ്രിമിനെ കൊണ്ടിട്ട തടവറയുടെ അടുത്താണ് ലോക്കി കിടന്നിരുന്ന തടവറ. ഈ സമയത്ത് ലോക്കിയുടെ തടവറയിൽ അമ്മയായിട്ടുള്ള ഫ്രിഗ നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രിഗ ലോക്കിയോട് ചോദിക്കുന്നു, ലോക്കി, ഞാൻ നിനക്ക് വായിക്കാൻ വേണ്ടി തന്ന പുസ്തകങ്ങൾ നീ വായിച്ചു തീർത്തോ? ലോക്കി പറയുന്നു, അപ്പൊ ഞാൻ ഇനിയുള്ള കാലം പുസ്തകങ്ങളുടെ പേജുകൾ എണ്ണി ഇവിടെ കഴിയണമെന്നാണോ പറയുന്നത്? ഫ്രിഗ പറയുന്നു, ലോക്കി, തടവറയിലാണെങ്കിലും നിനക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ പല സാധനങ്ങളും ഞാൻ എത്തിച്ചു തരുന്നില്ലേ? നിനക്ക് അതിലൊക്കെ ആനന്ദം കണ്ടെത്തിക്കൂടെ? ലോക്കി ഫ്രിഗയെ കളിയാക്കുന്നത് പോലെ പറയുന്നു, ഓഹോ, ഞാൻ സുഖമായിട്ടിരിക്കാനായിരിക്കും ഇതൊക്കെ കൊണ്ട് തരുന്നത്. എന്നിട്ട് ഞാൻ സുഖമാണോ എന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? തോർ എന്നെ പറ്റി എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഓഡിൻ എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല. ഞാൻ അവർക്ക് ആരുമല്ല. ലോക്കി, നീ തടവറയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നീ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ്. ലോക്കി പറയുന്നു, തെറ്റോ? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ജന്മനായി എനിക്ക് കിട്ടേണ്ട അധികാരം അതിവിടെ എനിക്ക് കിട്ടിയില്ല. അത് നേടാനായാണ് ഞാൻ ഭൂമിയിലേക്ക് പോയത്. അവിടെ ഭരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ലോക്കി, അതിനുവേണ്ടി നീ കൊന്നുകൂട്ടിയത് 100 കണക്കിന് ആളുകളെയാണ്, ഒരു കുറ്റവും ചെയ്യാത്ത മനുഷ്യരെ. ഇവിടുത്തെ രാജാവ് ഓഡിൻ ഞാൻ കൊന്നതിന്റെ ഇരട്ടി ആളുകളെ കൊന്നിട്ടുണ്ട്. ഫ്രിഗ് പറയുന്നു, ലോക്കി, തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കണം. ഒരു നല്ല രാജാവ് അങ്ങനെയായിരിക്കണം. പിന്നെ നീ സംസാരിക്കുന്നത് നിന്റെ പിതാവിനെ പറ്റിയാണ്. ലോക്കി ദേഷ്യത്തിൽ പറയുന്നു, ഓഡിൻ എന്റെ പിതാവല്ല. ഈ കാര്യം പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഫ്രിഗ് വിഷമത്തോടെ ചോദിക്കുന്നു, ലോക്കി, അപ്പോ ഞാൻ നിന്റെ അമ്മയല്ലേ? ലോക്കി ഫ്രിഗയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. എന്നിട്ട് പറയുന്നു, അല്ല, നിങ്ങൾ എന്റെ അമ്മയല്ല. ഫ്രിഗയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വിധം വിഷമമായി. കാരണം ഒരുപക്ഷെ തന്റെ സ്വന്തം മകനായിട്ടുള്ള തോറിനേക്കാൾ വളർത്തുമകനായിട്ടുള്ള ലോക്കിയെ ഫ്രിഗ സ്നേഹിച്ചിട്ടുണ്ട്. ഫ്രിഗ പറയുന്നു, ലോക്കി, നീ തന്നെയാണോ ഇത് പറഞ്ഞത്? മോനെ, എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. മറ്റാരേക്കാളും നന്നായിട്ട് നിന്നെ എനിക്കറിയാവുന്നു. പക്ഷെ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല ലോക്കി, ഞാനിത് പ്രതീക്ഷിച്ചില്ല. ലോക്കിക്കും വളരെയധികം വിഷമമായി. കാരണം ഇവിടെ ആകെ കൂടി ലോക്കിയെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, അങ്ങനെ ലോക്കിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവന്റെ വളർത്തമ്മയായിട്ടുള്ള ഫ്രിഗയാണ്. ആ അമ്മയോടാണ് താൻ ഇത്ര ദേഷ്യത്തിൽ സംസാരിച്ചത്. ലോക്കി അമ്മയോട് സോറി പറയാനായി മുന്നോട്ട് വരുന്നു. പക്ഷെ ഫ്രിഗ മാഞ്ഞു പോകുന്നു. ഫ്രിഗ ശരിക്കും ആ തടവറയിൽ ഉണ്ടായിരുന്നില്ല. ഫ്രിഗ മായാവിദ്യ ഉപയോഗിച്ചാണ് അവിടേക്ക് ലോക്കിയെ കാണാൻ വരാറുള്ളത്. ലോക്കിക്ക് താൻ അങ്ങനെ പറഞ്ഞതിൽ വളരെയധികം കുറ്റബോധം തോന്നുന്നു. ഫ്രിഗ വീണ്ടും ജെയിനിന്റെ അടുത്തേക്ക് പോകുന്നു. ഈ സമയത്താണ് അൽഗ്രിം ആ കാര്യം ചെയ്യുന്നത്. അസ്ഗാർഡിൽ എന്തിനാണോ വന്നത് ആ കാര്യം ചെയ്യാൻ തന്നെ അൽഗ്രിം തീരുമാനിച്ചു. അവൻ പതുക്കെ തന്റെ വയറിനുള്ളിൽ വെച്ചിരുന്ന കേർസ് സ്റ്റോൺ പുറത്തെടുക്കുന്നു. എന്നിട്ട് കയ്യിൽ വെച്ച് അത് ഞെരിച്ചുടയ്ക്കുന്നു. അതോടെ അവൻ അതിശക്തനായി മാറി. ശക്തനായി കഴിഞ്ഞിട്ട് തടവറയുടെ വാതിൽ വളരെ ഈസി ആയിട്ട് അൽഗ്രിം പൊളിക്കുന്നു. അവിടെയുള്ള കുറെ കാവൽക്കാര് അൽഗ്രിമിനെ തടയാൻ നോക്കി. പക്ഷെ അവർക്കൊന്നും അത് സാധിച്ചില്ല. അൽഗ്രിം അവരെയൊക്കെ കൊന്നുകളഞ്ഞു. എന്നിട്ട് അൽഗ്രിം അപ്പുറത്തെ തടവറയിൽ ഉണ്ടായിരുന്ന തന്റെ ആളുകളെ മോചിപ്പിക്കുകയാണ്. അങ്ങനെ അൽഗ്രിമും അയാളുടെ ആളുകളും അസ്ഗാർഡിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. പക്ഷെ അൽഗ്രിം പോകുന്നതിന് മുൻപ് ലോക്കി അയാളോട് ഒരു കാര്യം പറയുന്നു, ഇടതുഭാഗത്തു കൂടെ പോയാൽ നന്നായിരിക്കും. ലോക്കി എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ലോക്കി ഇപ്പോ അസ്ഗാർഡിന്റെ ശത്രു തന്നെയാണ്.
ഫ്രിഗയെ ഒഴിച്ച് അവിടെയുള്ള ബാക്കി ആരെയും ലോക്കിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കും അൽഗ്രിമിന് ലോക്കി വഴി പറഞ്ഞു കൊടുത്തത്. ഈ സമയത്ത് തടവറയിൽ നിന്ന് വല്ലാതെ ബഹളം കേൾക്കുന്നത് കേട്ടപ്പോ തോറിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. തോർ അമ്മയോടും ജെയിനോടും യാത്ര ചോദിച്ച് തന്റെ മ്യോനിയർ എടുത്ത് അങ്ങോട്ട് പറക്കുന്നു. ജെയിനിന്റെ കാര്യമോർത്ത് നീ പേടിക്കണ്ട, ജെയിനിനെ ഞാൻ നോക്കിക്കോളാമെന്ന് ഫ്രിഗ പറയുന്നുണ്ട്. ഈ സമയത്ത് തടവറ വിട്ടിറങ്ങിയ ആളുകളോട് തോറിന്റെ കൂട്ടുകാർ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോക്കിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ തടവറയ്ക്കുള്ളിൽ പുസ്തകം വായിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് തോർ അങ്ങോട്ട് വന്നിറങ്ങുന്നത്. തോർ അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഒരു അവസരം തരാം. പുറത്തു ചാടിയ എല്ലാവരും അതുപോലെ തന്നെ തടവറയ്ക്കുള്ളിൽ കയറുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ലെന്ന് വാക്ക് തരുന്നു. പക്ഷേ ജയിൽ പുള്ളികളുണ്ടോ ഇതുവല്ലതും കേൾക്കുന്നു. അതിലൊരാൾ വന്ന് തോറിന്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ ഇടി. തോറിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. തോർ പറയുന്നു, നിങ്ങൾക്കിനി ഞാൻ വാക്കല്ല തരാൻ പോകുന്നത്, ഇടിയാണ്. നിന്നെയൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് തോർ അടി തുടങ്ങുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ എല്ലാവരും നിലത്ത് വീണു. ഈ സമയത്ത് ഓഡിൻ വന്ന് ഫ്രിഗയോട് പറയുന്നു, ഫ്രിഗ പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീയും ജെയിനും കൂടി സുരക്ഷിതമായിരിക്കണം, നമുക്കൊന്നും സംഭവിക്കില്ല. ഓഡിന് ഫ്രിഗയോട് വളരെയധികം സ്നേഹമായിരുന്നു, ഫ്രിഗയ്ക്ക് തന്റെ ഭർത്താവായിട്ടുള്ള ഓഡിനോടും. ഈ സമയത്ത് ലേഡി സിഫ് അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവള് ജെയിനിനെ എന്തോ ഒരു തരം നോട്ടം നോക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇവളാണല്ലോ ഇതിനൊക്കെ കാരണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നോക്കിയത്. ഫ്രിഗ ജെയിനോട് പറയുന്നു, മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പക്ഷെ ഒരു കാര്യം, ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം. എന്നിട്ട് ഫ്രിഗ ജെയിനെ കൊണ്ട് സുരക്ഷിതമായ ഒരു മുറിയിലേക്ക് പോകുന്നു. ഈ സമയത്ത് മാലക്കിത്തിന്റെ ആളുകൾ പുറത്തു നിന്ന് ആക്രമിക്കാൻ തുടങ്ങി. കാരണം എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോ ഉള്ളിലുള്ള തടവുപുള്ളികളുടെ മേലാണ്. അദൃശ്യമായ ഒരു സ്പേസ് ഷിപ്പിലാണ് മാലക്കിത്തിന്റെ ആളുകൾ അങ്ങോട്ട് വന്നിരുന്നത്. ഹൈംദാലിന് അത് കാണാൻ പറ്റിയില്ല. പക്ഷെ എന്തോ ഒന്ന് ഉള്ളിലേക്ക് കടക്കുന്നുണ്ടെന്ന് ഹൈംദാലിന് ഒരു ഫീൽ ഉണ്ടായി. പെട്ടെന്ന് തന്നെ ഹൈംദാൽ ഓടുന്നു. എന്നിട്ട് ആദ്യം ഉള്ളിലേക്ക് കടന്ന സ്പേസ് ഷിപ്പിനെ തകർത്തിടുന്നു. അതിനെ തകർത്തിട്ട് അസ്ഗാർഡ് സുരക്ഷിതമായി എന്ന് ഹൈംദാൽ വിചാരിക്കുന്നു. പക്ഷെ ഹൈംദാലിന്റെ വിചാരം തെറ്റായിരുന്നു. കാരണം ഹൈംദാൽ തകർത്തത് ഒരൊറ്റ സ്പേസ് ഷിപ്പ് മാത്രമാണ്. അതിന് പിന്നാലെ ഒരുപാട് സ്പേസ് ഷിപ്പുകളിൽ മാലക്കിത്തും ആളുകളും വരുന്നുണ്ടായിരുന്നു. അവർ അസ്ഗാർഡിനുള്ളിലേക്ക് കടക്കുകയാണ്. അസ്ഗാർഡിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് യന്ത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് മാലക്കിത്തിന്റെ സ്പേസ് ഷിപ്പുകൾ അസ്ഗാർഡിന്റെ ഉള്ളിലേക്ക് കടന്നു. ഹൈംദാൽ പെട്ടെന്ന് പോയി അവസാനത്തെ വഴിയെന്ന നിലയ്ക്ക് ഒരു സുരക്ഷാ ക്രമീകരണം ചെയ്യുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ അസ്ഗാർഡിലെ കൊട്ടാരത്തിന് ചുറ്റും ഒരു പ്രത്യേകതരം ആവരണം വരും. അതിന്റെ ഉള്ളിലേക്ക് കടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് കഴിഞ്ഞ് ഹൈംദാൽ തിരിച്ചു പോകുന്നു. ഈ സമയത്താണ് ഉള്ളിലുണ്ടായിരുന്ന മാലക്കിത്തിന്റെ ആൾ അങ്ങോട്ട് വരുന്നത്. അയാൾ ആ സുരക്ഷാ ക്രമീകരണം നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ അസ്ഗാർഡിന്റെ അവസാനത്തെ സുരക്ഷയും പോയി. കുറെ സ്പേസ് ഷിപ്പുകൾ ഇതിന്റെ ഇടയ്ക്ക് നശിച്ചെങ്കിലും മാലക്കിത്തും ആളുകളും വന്ന സ്പേസ് ഷിപ്പ് വിജയകരമായിട്ട് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുന്നു. അവരെ തടയാൻ വേണ്ടി അസ്ഗാർഡിലെ പടയാളികൾ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത ആയുധങ്ങൾ കൊണ്ടാണ് ഡാർക്ക് എൽവ്സ് അങ്ങോട്ട് കടന്നു വന്നത്. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അസ്ഗാർഡിലെ പോരാളികൾക്ക് പറ്റുന്നില്ല. കുറെ പേർ അവിടെ മരിച്ചു വീഴുകയാണ്. ഡാർക്ക് എൽഫ്സിന്റെ കയ്യിൽ പുതിയൊരു തരം ആയുധം ഉണ്ടായിരുന്നു. അതിന്റെ പേര് ബ്ലാക്ക് ഹോൾ ബോംബ്സ് എന്നാണ്. ആ ബോംബ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു നിശ്ചിത പരിധിയിലുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടും. എന്നിട്ട് അവയൊക്കെ ഇല്ലാതാവും. ആ ബ്ലാക്ക് ഹോൾ ബോംബ് ഉപയോഗിച്ച് അസ്ഗാർഡിലുള്ള കുറെ പേരെ ഡാർക്ക് എൽഫ്സ് കൊന്നുകളയുന്നു. അപ്പോഴാണ് മാലക്കിത്ത് പുറത്തേക്ക് വരുന്നത്. മാലക്കിത്ത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ബ്ലാക്ക് ഹോൾ ബോംബ് വെച്ച് ഓഡിന്റെ സിംഹാസനത്തിന്റെ മേൽഭാഗം നശിപ്പിച്ചു കളയുന്നു. എന്നിട്ട് ജെയിനുള്ള സ്ഥലത്തേക്ക് പോകുന്നു. മാലക്കിത്ത് പോയി കഴിഞ്ഞിട്ടാണ് ഓഡിൻ അങ്ങോട്ട് വരുന്നത്. ഓഡിൻ അവിടെ ഉണ്ടായിരുന്ന
അവസാനത്തെ മാലക്കിത്തിന്റെ ആളെയും കൊന്നുകളയുന്നു. മാലക്കിത്ത് വന്ന കാര്യം ഓഡിൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് മാലക്കിത്ത് ആ മുറിയിലേക്ക് കടക്കുന്നു. ഫ്രിഗയും ജെയിനും സുരക്ഷിതമായിട്ടിരുന്ന മുറി. മാലക്കിത്ത് അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഫ്രിഗ പെട്ടെന്ന് ജെയിനോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്നു. ഫ്രിഗ ഒരു ധീര വനിതയായിരുന്നു. തന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫ്രിഗ മുന്നിട്ടിറങ്ങും. ഫ്രിഗ തന്റെ കയ്യിലെ വാളെടുക്കുന്നു. എന്നിട്ട് മാലക്കിത്തിനോട് ചോദിക്കുന്നു, നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? മാലക്കിത്ത് പറയുന്നു, എനിക്ക് വേണ്ടത് ആ പെൺകുട്ടിയുടെ ഉള്ളിലാണുള്ളത്. അതെടുത്തിട്ടേ ഞാനിവിടെ നിന്ന് പോവൂ. അസ്ഗാർഡിനെ നശിപ്പിച്ചിട്ടേ ഞാനിവിടെ നിന്ന് പടിയിറങ്ങൂ. ഫ്രിഗ പറയുന്നു, അതിനു മുൻപ് നിനക്ക് എന്നെ നേരിടേണ്ടി വരും. അതിനുശേഷം ഫ്രിഗ ഉടനെ വാളെടുത്ത് മാലക്കിത്തിനെ നേരിടുന്നു. ഫ്രിഗ വാൾപ്പയറ്റിൽ ഒട്ടും മോശമായിരുന്നില്ല. അങ്ങനെ ഫ്രിഗ മാലക്കിത്തിന്റെ കഴുത്തിൽ കത്തി കാണിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് ഫ്രിഗയുടെ കൈ പിടിച്ച് ഒരാൾ മാറ്റുന്നു. അതാരുമായിരുന്നില്ല, മാലക്കിത്തിന്റെ വിശ്വസ്തനായിട്ടുള്ള അൽഗ്രീം. അൽഗ്രീമിനെ കണ്ടതും ഫ്രിഗ വിറച്ചുപോയി. കാരണം കേർസ്റ്റോൺ എടുത്ത് ഞെക്കിക്കഴിഞ്ഞ് ഒരു രാക്ഷസന്റെ രൂപമായിരുന്നു അൽഗ്രീമിന്. അൽഗ്രീം ഫ്രിഗയെ കഴുത്തിന് പിടിച്ചു പൊക്കുന്നു. മാലക്കിത്ത് ജെയിനിന്റെ അടുത്തേക്ക് പോകുന്നു. ജെയിൻ ആകെ പേടിച്ചിരുന്നു. മാലക്കിത്ത് പറയുന്നു, യുവതി, നിന്റെ ഉള്ളിലുള്ള ഈതർ അതെനിക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് മാലക്കിത്ത് ജെയിനിന്റെ ശരീരത്തിൽ നിന്ന് ഈതർ എടുക്കാനായിട്ട് പോകുന്നു. അവളുടെ ശരീരത്തിൽ കൈവച്ചതും ജെയിനിന്റെ രൂപം അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ജെയിൻ ആയിരുന്നില്ല, ജെയിൻ വേറെ എവിടെയോ ആണ്. അവിടെ നിന്നിരുന്ന ജെയിനിന്റെ രൂപം ഫ്രിഗയുടെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഫ്രിഗ മാലക്കിത്തിനെ പറ്റിക്കുകയായിരുന്നു. മാലക്കിത്ത് ദേഷ്യത്തോടെ ഫ്രിഗയുടെ നേരെ തിരിയുന്നു. എന്നിട്ട് ആ പെൺകുട്ടി എവിടെയാണുള്ളതെന്ന് സത്യം പറയാൻ പറയുന്നു. പക്ഷെ ഫ്രിഗ പറയുന്നു, ഇല്ല, എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി, ഞാനത് നിന്നോട് പറയില്ല. മാലക്കിത്തിന് ആകെ ദേഷ്യം പിടിച്ചു നിൽക്കുകയായിരുന്നു. ഫ്രിഗ അത് പറയില്ലെന്ന് മാലക്കിത്തിന് മനസ്സിലായി. മാലക്കിത്ത് അൽഗ്രീമിനോട് എന്തോ ആംഗ്യം കാണിക്കുന്നു. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അൽഗ്രീം അവന്റെ വാൾ ഫ്രിഗയുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുന്നു. ഫ്രിഗ പിടഞ്ഞ് താഴെ വീഴുന്നു. പെട്ടെന്നാണ് മാലക്കിത്തിന്റെ മുഖത്തേക്ക് ഒരു ഇടിമിന്നൽ വന്ന് വീഴുന്നത്. അതവന്റെ മുഖത്തിന്റെ പകുതിയോളം കരിച്ചു കളയുകയാണ്. പക്ഷെ മാലക്കിത്തും അൽഗ്രീമും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ആ ഇടിമിന്നലിനെ വിട്ടത് തോറായിരുന്നു. തന്റെ അമ്മ കുത്തേറ്റ് വീഴുന്നത് കണ്ടാണ് തോർ ഓടി വരുന്നത്. തോർ തന്റെ ചുറ്റിക പ്രയോഗിച്ചെങ്കിലും അപ്പോഴേക്കും മാലക്കിത്ത് രക്ഷപ്പെട്ടു. ഓഡിൻ അങ്ങോട്ട് വരുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫ്രിഗ മരിച്ചു കിടക്കുന്നത് കണ്ടു നിൽക്കാൻ ഓഡിന് സാധിച്ചില്ല. ഓഡിൻ ഫ്രിഗയുടെ അടുത്തിരുന്ന് അവളെ നോക്കി കരയുന്നു. തോറിനും വിഷമം അടക്കാൻ പറ്റിയില്ല. ആ സമയത്താണ് ജെയിൻ അങ്ങോട്ട് വരുന്നത്. തോറിന് വാക്ക് കൊടുത്തതുപോലെ ജെയിനിന്റെ ജീവൻ ഫ്രിഗ രക്ഷിച്ചിരിക്കുന്നു. പക്ഷേ ഫ്രിഗ മരിച്ചിരിക്കുന്നു. ഫ്രിഗ ഒരു നല്ല ഭാര്യയായിരുന്നു, ഒരു നല്ല റാണിയായിരുന്നു. തോറിന് വളരെ നല്ല ഒരു അമ്മയായിരുന്നു. തന്റെ രാജ്യത്തിനും ആളുകൾക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ മുന്നിട്ടിറങ്ങുന്ന ആളായിരുന്നു ഫ്രിഗ. ഒരു ധീര വനിത. എല്ലാത്തിലും ഉപരി തന്റെ വളർത്തുമകനാണെങ്കിലും ലോക്കിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഫ്രിഗയായിരുന്നു. ലോക്കിക്കും തിരിച്ച് ഫ്രിഗയെ സ്നേഹം മാത്രമായിരുന്നു. ആ ഫ്രിഗ ഇനിയില്ല.
അസ്ഗാർഡിലെ എല്ലാവരും വിഷമത്തിലായിരുന്നു. ഒരുപക്ഷെ ലോക്കിക്കായിരിക്കാം ഏറ്റവും അധികം വിഷമമായത്. പക്ഷേ ലോക്കി കരയാറില്ല. അവൻ എല്ലാ വിഷമവും ഉള്ളിൽ ഒതുക്കാറാണ് പതിവ്. പക്ഷെ തന്റെ അമ്മയെ കൊന്നവരോടുള്ള പക ലോക്കിയുടെ ഉള്ളിൽ തീ പോലെ ആളിക്കത്തുകയായിരുന്നു. അസ്ഗാർഡിലെ ആചാരപ്രകാരം ഫ്രിഗയുടെ ശവസംസ്കാരം ചെയ്തു. ലോക്കി മാന്ത്രിക വിദ്യയിൽ അഗ്രഗണ്യനാണ്. അതെല്ലാം അവന്റെ അമ്മയിൽ നിന്നാണ് അവന് ലഭിച്ചത്, അവന്റെ വളർത്തമ്മയായ ഫ്രിഗയിൽ നിന്ന്. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പോൾ ഭൂമിയിലുള്ള ഒരു ക്ലാസ് മുറിയാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മളുടെ എറിക് സെൽവിക് കുറെ പേർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൺവെർജൻസ്, അതായത് 9 ലോകങ്ങൾ കൂടിച്ചേരുന്ന കാര്യം, അത് എറിക് സെൽവിക് കണ്ടുപിടിച്ചിരുന്നു. അത് സംഭവിക്കുമ്പോൾ ഭൂമിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിനെ തടയാനുള്ള ഒരു വഴി താൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് എറിക് സെൽവിക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ക്ലാസ് മുറി എവിടെയാണെന്ന് വെച്ചാൽ അതൊരു ഭ്രാന്താശുപത്രിയായിരുന്നു. നേരത്തെ ഒരു സ്ഥലത്ത് വെച്ച് തുണിയില്ലാതെ ഓടിയതിനാണ് എറിക് സെൽവിക്കിനെ ഭ്രാന്താശുപത്രിയിൽ പിടിച്ചിട്ടിരിക്കുന്നത്. അവിടെയുള്ള ഭ്രാന്തന്മാർക്കാണ് എറിക് സെൽവിക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് എറിക് സെൽവിക് തുണിയില്ലാതെ ഓടിയ വാർത്ത ടിവിയിൽ വരുന്നത്. ഈ വാർത്ത ഡാർസിയും അവളുടെ അസിസ്റ്റന്റും കാണുന്നു. അവർ രണ്ടുപേരും കൂടി എറിക് സെൽവിക്കിനെ തേടി പോവുകയാണ്. ഈ സമയത്ത് ഫ്രിഗ മരിച്ചതുകൊണ്ട് ഓഡിനാകെ ദേഷ്യത്തിലായിരുന്നു. ജെയിൻ ഫോസ്റ്റർ ഇനി അസ്ഗാർഡ് വിട്ട് പുറത്തേക്ക് പോണ്ട എന്നാണ് ഓഡിൻ ഇപ്പോൾ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജെയിനിന്റെ ശരീരത്തിലാണ് ഈതർ ഉള്ളത്. അതെടുക്കാനായി മാലക്കിത്തിന് വീണ്ടും ഇങ്ങോട്ട് വരേണ്ടി വരും. അന്ന് ഫ്രിഗയെ കൊന്നതിനുള്ള പ്രതികാരം ചോദിക്കണം. അന്ന് മാലക്കിത്തിനെ കൊന്നുകളയണം. അതാണ് ഓഡിന്റെ മനസ്സിൽ. പക്ഷേ ഓഡിൻ ഇങ്ങനെ പറയുന്നത് പ്രതികാരം മനസ്സിലുള്ളത് കൊണ്ടാണെന്ന് തോറിന് മനസ്സിലായി. തോറിനറിയാമായിരുന്നു അസ്ഗാർഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര നല്ലതല്ല. കാരണം സുരക്ഷയ്ക്കായി ഒന്നും തന്നെയില്ല. എല്ലാം മാലക്കിത്തിന്റെ ആളുകൾ നശിപ്പിച്ചു. ഇനി മാലക്കിത്തിന്റെ ആളുകൾ വരുന്നത് വീണ്ടും ശക്തരായിട്ടായിരിക്കും. അവരെ തടയാൻ ഒരു പക്ഷേ അസ്ഗാർഡിലുള്ളവർക്ക് പറ്റിയെന്ന് വരില്ല. അസ്ഗാർഡിലുള്ളവർ നശിക്കാതെ ഇരിക്കാൻ ഒരു വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ താൻ ജെയിനിനെ അസ്ഗാർഡിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ജെയിൻ അസ്ഗാർഡിൽ ഇല്ലെങ്കിൽ മാലക്കിത് പിന്നെ അസ്ഗാർഡിനെ ആക്രമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജെയിനിനെ കൊണ്ട് താൻ പുറത്തു പോവുകയാണെന്ന് തോർ ഓഡിനോട് പറയുന്നു. ഓഡിൻ പറയുന്നു തോർ, മാലക്കിത്തിനെ കണ്ടാലൊന്നും ഈ ഓഡിൻ പേടിക്കില്ല. അസ്ഗാർഡിലെ അവസാനത്തെ ആളുടെ ചോര വീഴുന്നത് വരെയും മാലക്കിത്തിനോട് നമ്മൾ പോരാടും. തോർ പറയുന്നു, പിതാവേ, നമ്മളുടെ സുരക്ഷയെല്ലാം നശിച്ചിരിക്കുകയാണ്. മാത്രമല്ല അസ്ഗാർഡിലെ ഒരുപാട് പടയാളികളെ മാലക്കിത് കൊന്നുകഴിഞ്ഞു. ഇനിയും അസ്ഗാർഡുകാരുടെ രക്തം എന്തിനാണ് വീഴ്ത്തുന്നത്? മാലക്കിത് ഇനി വരുന്നത് അതിശക്തനായിട്ടായിരിക്കും. ഞാൻ ജെയിനിനെ കൊണ്ട് സ്വാർട്ടൽഹൈമിലേക്ക് പോവുകയാണ്, മാലക്കിത്തിന്റെ തന്നെ ലോകത്തേക്ക്. അവിടെ വെച്ച് മാലക്കിത് ജെയിനിന്റെ ശരീരത്തിൽ നിന്ന് ഈതർ പുറത്തെടുക്കും. ആ സമയത്ത് മാലക്കിത്തിന് ശക്തി കുറവായിരിക്കും. അപ്പോൾ ഞാൻ അവനെ ആക്രമിക്കും. ആ ആക്രമണത്തിൽ മാലക്കിത് ഇല്ലാതാവും. പിതാവേ, ഇങ്ങനെ ചെയ്യാൻ എന്നെ സമ്മതിക്കണം. ഇതല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല. ഓഡിൻ പറയുന്നു, ഒരുപക്ഷെ നിനക്കതിന് സാധിച്ചില്ലെങ്കിലോ, ഈതർ മാലക്കിത്തിന്റെ കയ്യിലാവുകയാണെങ്കിലോ പിന്നെ അവനെ തടയാൻ പറ്റില്ല. നമ്മൾ പോരാടും തോർ. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ പോരാടും. അസ്ഗാർഡിലുള്ളവർ പോരാടും. എനിക്ക് മാലക്കിത്തിന്റെ തലയെടുക്കണം. അത് ഞാൻ ചെയ്തിരിക്കും. തോർ പറയുന്നു, പിതാവേ, അങ്ങനെ പ്രതികാര ബുദ്ധി കൊണ്ട് നടക്കുകയാണെങ്കിൽ പിന്നെ മാലക്കിത്തും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഓഡിൻ പറയുന്നു, വ്യത്യാസമുണ്ട് തോർ. മാലക്കിത്ത് തോൽക്കും, നമ്മൾ ജയിക്കും. അതാണ് വ്യത്യാസം. അത് പറഞ്ഞതും ഓഡിന് ചെറിയ തളർച്ച പോലെ തോന്നി. ഓഡിനാകെ വിഷമത്തിലാണ് നിൽക്കുന്നത്. ഫ്രിഗ പോയത് ഇപ്പോഴും അംഗീകരിക്കാൻ ഓഡിനെ കൊണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒന്നും ആലോചിക്കാതെയാണ് പിതാവ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോറിന് മനസ്സിലായി. തോർ ഓഡിനറിയാതെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. തോർ ഹൈംദാലിനെ വിളിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ജെയിൻ പുറത്തു പോകാതെ ഇരിക്കാൻ ബൈഫ്രോസ്റ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഓഡിനാണ് ഹൈംദാലിനോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. തോർ പറയുന്നു, ഹൈംദാൽ, നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. പിതാവ് ഇപ്പോൾ ശരിയായ ഒരു മാനസിക നിലയിലല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. നിനക്ക് തന്നെ അറിയാമല്ലോ മാലക്കിത് എത്ര ശക്തനാണെന്ന്. ഇനി ഒരു വട്ടം കൂടി വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ജീവനുകൾ പോയേക്കാം. ഹൈംദാലിനും ഒരു കുറ്റബോധം പോലെ ഉണ്ടായിരുന്നു. ഹൈംദാൽ പറയുന്നു, ശരിയാണ് തോർ, എനിക്ക് സ്വയം നാണക്കേട് തോന്നുകയാണ്. ഞാൻ കാവൽ നിന്നിട്ടും എന്റെ കണ്ണുകൾക്ക് കാണാൻ പോലും പറ്റാത്ത വാഹനത്തിലാണ് അവർ വന്നത്. എനിക്ക് അവരെ തടയാൻ പറ്റിയില്ല. പക്ഷെ എന്തിന്റെ പേരിലാണെങ്കിലും രാജാവായ ഓഡിയനെ ധിക്കരിക്കാൻ എനിക്ക് സാധിക്കില്ല. തോർ പറയുന്നു, ഹൈംദാൽ, രാജാവിനെ ധിക്കരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ രാജാവിനെ ധിക്കരിക്കാതെ തന്നെ ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഹൈംദാലിന് പറ്റും. ചില കാര്യങ്ങൾ ഒന്ന് കണ്ടില്ലെന്ന് നടിച്ചാൽ മാത്രം മതി. ബൈഫ്രോസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയും വേണ്ട. അതിന് ഞങ്ങൾ മറ്റൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അസ്ഗാർഡിന്റെ നല്ലതിനാണെന്ന് കരുതി ഞങ്ങളുടെ കൂടെ ഒന്ന് നിന്നാൽ മാത്രം മതി. ഹൈംദാൽ
മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിക്കുന്നു. അത് കഴിഞ്ഞ് തോറും കൂട്ടുകാരും കൂടി ഒരു മീറ്റിംഗ് ചേരുന്നു. എന്തോ ഒരു പ്ലാൻ തോറിന്റെ മനസ്സിലുണ്ട്, ജെയിനിനെ ഇവിടെ നിന്ന് പുറത്തു കടത്താൻ. പക്ഷേ ബൈഫ്രോസ്റ്റിലൂടെയല്ല, മറ്റൊരു വഴിയിലൂടെ. തോർ പറയുന്നു, കൂട്ടുകാരെ, നമ്മൾ ഒന്നു ചേർന്നത് മുതൽ നിങ്ങൾ എന്നും എന്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഒരു വട്ടം കൂടി നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. അതിനുവേണ്ടി അസ്ഗാർഡിലെ പടയാളികളെ തന്നെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. പക്ഷെ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ഒരു കുറ്റമല്ല, അത് അസ്ഗാർഡിന്റെ നല്ലതിനു വേണ്ടിയാണ്. വിജയിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ വിജയിച്ചില്ലെങ്കിൽ എല്ലാം പ്രശ്നത്തിലാവും. തോറിന്റെ കൂട്ടുകാർ എപ്പോഴും തോറിന് സപ്പോർട്ടായിരുന്നു. എന്തിനും ഞങ്ങൾ കൂടെയുണ്ടെന്ന് കൂട്ടുകാർ തോറിനോട് പറയുന്നു. പക്ഷെ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. അവർ ചോദിക്കുന്നു, തോർ, ബൈഫ്രോസ്റ്റിലൂടെയല്ലേ നമ്മൾക്ക് എവിടേക്കും പോകാൻ സാധിക്കൂ? അതല്ലാതെ പിന്നെ എങ്ങനെയാണ് പുറത്തു കടക്കുക? തോർ പറയുന്നു, ശരിയാണ്, ബൈഫ്രോസ്റ്റിലൂടെ അല്ലാതെ നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെ കടക്കാൻ കഴിവുള്ള ഒരാളുണ്ട്, അയാളെ പുറത്തിറക്കണം. അത് ഞാൻ പറയുന്നത് ലോക്കിയുടെ കാര്യമാണ്. കൂട്ടുകാരൊക്കെ ഞെട്ടിപ്പോകുന്നു. അവർ ചോദിക്കുന്നു, തോർ, അത് വേണ്ട, അത് മാത്രം വേണ്ട, അത് തീക്കളിയാണ്. അവനെ വിശ്വസിക്കരുത്, അവൻ നിന്നെ ചതിക്കും. തോർ പറയുന്നു, ഇതിനവനല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല. നമ്മൾക്ക് റിസ്ക് എടുക്കേണ്ടി വരും. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. പിന്നെ ലോക്കിയുടെ പല ചതികളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവന്റെ പല കളികളും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്നെ പറ്റിക്കാൻ ലോക്കിക്ക് പറ്റില്ല. ഞാനും ജെയിനും പുറത്തു കടക്കുന്നത് വരെ നിങ്ങൾ അസ്ഗാർഡുകാരെ തടഞ്ഞു നിർത്തണം. ബാക്കി എല്ലാ കാര്യത്തിലും തോറിന്റെ കൂട്ടുകാർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ജീവൻ കളഞ്ഞും അവർ തോറിന്റെ കൂടെ നിൽക്കും. പക്ഷെ ലോക്കി ഇറക്കുന്ന കാര്യത്തിൽ അവർക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. മനസ്സില്ലാ മനസ്സോടെയാണ് അവരത് സമ്മതിക്കുന്നത്. തോർ ആരും അറിയാതെ ലോക്കി കിടന്ന തടവറയിലേക്ക് ചെല്ലുന്നു. തോറിനെ കണ്ട് ലോക്കിക്ക് അത്ഭുതമായി. ലോക്കി ചോദിക്കുന്നു, എന്റെ പ്രിയ സഹോദരൻ, എന്നെ കാണാൻ തന്നെയാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് നിനക്ക് എന്നെ ഓർമ്മ വന്നത്? പറയൂ തോർ, എന്തെങ്കിലും ആവശ്യത്തിനല്ലാതെ നീ എന്നെ കാണാൻ വരില്ലെന്ന് എനിക്കറിയാം. എന്താണത്? അതുമല്ലെങ്കിൽ ഞാൻ തടവറയിൽ കിടക്കുന്നത് കണ്ട് കളിയാക്കി ചിരിക്കാൻ വന്നതായിരിക്കും അല്ലെ? തോർ പറയുന്നു, ലോക്കി, നിന്റെ വേഷം കെട്ടലുകൾ മതിയാക്ക്. എനിക്കറിയാം അമ്മ മരിച്ചതിൽ നിനക്ക് വിഷമമുണ്ടെന്ന്. പെട്ടെന്നാണ് ആ തടവറയുടെ ഉള്ളിലെ മുഴുവൻ കാര്യങ്ങളും മാറി മറിയുന്നത്. ആദ്യമേ കണ്ടതുപോലെ ആയിരുന്നില്ല അവസ്ഥ. ലോക്കിയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അവന്റെ കണ്ണുകൾ ആകെ കലങ്ങി മറിഞ്ഞിരുന്നു. ഫ്രിഗ മരിച്ചതിലുള്ള വിഷമവും ഫ്രിഗയെ കൊന്നവരോടുള്ള ദേഷ്യവും ലോക്കി അവന്റെ ശരീരത്തിൽ തന്നെയാണ് തീർത്തത്. അവിടെയുള്ള എല്ലാ സാധനങ്ങളും അവൻ തകർത്ത് കളഞ്ഞിരുന്നു. എല്ലാം താറുമാറായി കിടക്കുകയായിരുന്നു. ലോക്കി പറയുന്നു, നിനക്ക് സന്തോഷമായില്ലേ തോർ? കണ്ണു നിറച്ച് കണ്ടോളൂ എന്റെ ഈ അവസ്ഥ. ഇത് കണ്ട് ചിരിക്കാനായിരിക്കും നീ വന്നത് അല്ലെ? അമ്മ വേദനിച്ചാണോ മരിച്ചത്? തോർ പറയുന്നു, ലോക്കി, ഞാൻ വന്നിരിക്കുന്നത് എന്റെ ദുഃഖം പങ്കുവയ്ക്കാനല്ല. എനിക്കറിയാം അമ്മയെ കൊന്നവരോട് നിനക്ക് അടങ്ങാത്ത പ്രതികാരദാഹം ഉണ്ടെന്ന്. അത് തീർക്കാൻ നിനക്ക് ഞാനൊരു അവസരം തരാം. നിന്നെ ഞാൻ പുറത്തിറക്കാം. പക്ഷേ ബൈഫ്രോസ്റ്റിലൂടെ അല്ലാതെ നീ പുറത്തു പോകാറുള്ള വഴി, ആ വഴിയിലൂടെ ഞങ്ങളെ കൊണ്ടുപോകണം, സ്വാട്ടൽഹൈമിലേക്ക്. അവിടെ വെച്ച് നമ്മൾക്ക് മാലക്കിത്തിനെ അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞ് നിന്നെ ഞാൻ വീണ്ടും തടവറയിലാക്കും. നിനക്കിത് സമ്മതമാണോ? ലോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നു, മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ടായിരിക്കും നീ എന്റെ അടുത്ത് വന്നത് അല്ലേ തോർ? പിന്നൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാൾ എന്നോട് ഇല്ലാതിരുന്ന വിശ്വാസം അതിപ്പോ നിനക്ക് എങ്ങനെയാണ് വന്നത്? തോർ പറയുന്നു, ലോക്കി, നിന്നെ വിശ്വസിക്കുന്നത് ഞാനല്ല, നിന്നെ വിശ്വസിച്ചിരുന്നത് അമ്മയായിരുന്നു, അമ്മ മാത്രം. അത് ലോക്കിക്ക് ശരിക്കും മനസ്സിൽ കൊണ്ടു. അവന്റെ ഉള്ളിലെ പ്രതികാരദാഹം വീണ്ടും കൂടി. തോർ പറയുന്നു, നീ എന്റെ സഹോദരനാണെന്നും നീ നന്നാവുമെന്നും ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു കുറച്ചുനാൾ മുമ്പ്. പക്ഷേ ഇപ്പൊ പണ്ടത്തെ സ്നേഹമൊന്നും എനിക്ക് നിന്നോടില്ല ലോക്കി. നിന്നെ ഞാനിപ്പോ സ്നേഹിക്കുന്നില്ല, നീ അത് അർഹിക്കുന്നില്ല. പിന്നൊരു കാര്യം, ഈ പ്രാവശ്യം നീ എന്നെ ചതിക്കുകയാണെങ്കിൽ ഇത് ഭീഷണിയല്ല, കൊന്നുകളയും ഞാൻ. ലോക്കി പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ശരി, നിനക്കെന്നെ വിശ്വസിക്കാം. ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, എപ്പോഴാണ് നമ്മൾക്ക് യാത്ര ആരംഭിക്കേണ്ടത്? അങ്ങനെ ലോക്കിയെ പുറത്തെത്തിക്കാൻ തോർ തയ്യാറെടുക്കുകയാണ്. തോറിനെ സഹായിക്കാൻ കൂട്ടുകാരും ഒരുങ്ങി നിൽക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ചെറിയൊരു ചതിക്ക്, അതും രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ചതിക്ക് ഹൈംദാലും കൂട്ടുനിൽക്കുകയാണ്. ഇവർ മാലക്കിത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവരെ മൂന്നുപേരെയും മാലക്കിത്ത് കൊന്നുകളയുമോ? അതോ അമ്മയെ കൊന്നവരോടുള്ള പ്രതികാരം തീർക്കാൻ ലോക്കിക്കും തോറിനും സാധിക്കുമോ? ജെയിൻ മരിക്കുമോ? പ്രപഞ്ചം ഇരുട്ടിലാവുമോ? അതോ അസ്ഗാർഡ് നിലംപതിക്കുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡിൽ മാസ് ഇല്ല, പവർ ഇല്ല, പോരാ എന്നൊക്കെ കുറെ പേർ പറയും. അതെനിക്കറിയാം. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മാസ് കാണാൻ വേണ്ടി മാത്രം വന്നാൽ എങ്ങനെ ശരിയാവും? ഒരു കഥയിൽ മുഴുവൻ സമയവും മാസ് ഉണ്ടാവില്ലല്ലോ. മാസുള്ള സ്ഥലത്തല്ലേ മാസ് എഡിറ്റ് ചേർക്കാൻ പറ്റൂ. കഥയ്ക്കനുസരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റൂ. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇനി അതല്ല, മാസും പവറും കാണാൻ വേണ്ടി മാത്രം വരുന്നവരാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായും നിരാശ തോന്നിയിരിക്കാം. വേണമെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. 2 ചോദ്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ കമന്റ് ഇട്ട് ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ്
പൊളിഞ്ഞു പോയ ബൈഫ്രോസ്റ്റ് പുതുക്കി പണിതത്. അപ്പൊ ഞാൻ പറഞ്ഞു ഭൂമിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയ ടെസറാക്ട് ഉപയോഗിച്ച് ഹൈംദാലാണ് അത് പുതുക്കി പണിതത്. അപ്പൊ ചിലർ വീണ്ടും ചോദിക്കുന്നു, എങ്ങനെയാണ് ടെസറാക്ട് ഉപയോഗിച്ച് ബൈഫ്രോസ്റ്റ് പുതുക്കി പണിതത്? സത്യത്തിൽ അതിനുള്ള ഉത്തരം MCUവിൽ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ എന്റെ രീതിക്കുള്ള ഒരു ഉത്തരം പറഞ്ഞു തരാം. എങ്ങനെയാണ് ബൈഫ്രോസ്റ്റ് ടെസറാക്ട് വെച്ച് പുതുക്കി പണിതത് എന്ന് വെച്ചാൽ, ആദ്യം ടെസറാക്ട് എടുക്കുക, എന്നിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ടെസറാക്ട് അതിൽ മുക്കി വെക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ ടെസറാക്ട് പുറത്തെടുത്ത് ആ വെള്ളത്തിൽ കുറച്ച് സിമെന്റും കുറച്ച് ഇഷ്ടികയും മിക്സ് ചെയ്ത് നല്ല TMT കമ്പി വെച്ച് വാർത്താണ് ബൈഫ്രോസ്റ്റ് പുതുക്കി പണിതത്. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ, സത്യത്തിൽ അതെനിക്ക് അറിയില്ല. അതറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ മറ്റൊരു ചോദ്യം, ബൈഫ്രോസ്റ്റ് ഇല്ലാതെ അവെഞ്ചേഴ്സിൽ എങ്ങനെയാണ് തോർ ഭൂമിയിലേക്ക് വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, തോറിന്റെ പിതാവ് ഓഡിൻ ഡാർക്ക് എനർജി ഉപയോഗിച്ചാണ് തോറിനെ ഭൂമിയിലേക്ക് വിട്ടത്. അപ്പോ ചിലർ വീണ്ടും ചോദിക്കുന്നു, എങ്ങനെയാണ് ഓഡിൻ ഡാർക്ക് എനർജി ഉപയോഗിച്ച് തോറിനെ ഭൂമിയിലേക്ക് വിട്ടത്? ആക്ച്വലി എനിക്കറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഓഡിൻ ഉണ്ടല്ലോ, അദ്ദേഹം പോയിട്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു കട്ടൻ കാപ്പി എടുത്തു കുടിക്കുന്നു. അപ്പോ ഓഡിന് ഡാർക്ക് എനർജി കിട്ടി. എന്നിട്ട് ഓഡിൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? പൊട്ടിപ്പൊളിഞ്ഞ ബൈഫ്രോസ്റ്റിന്റെ അറ്റത്ത് തോറിനെ കൊണ്ട് നിർത്തുന്നു. എന്നിട്ട് കാല് മടക്കി ഒരു ഒറ്റ ചവിട്ട്, തോർ നേരെ ഭൂമിയിലെത്തി. ഇങ്ങനെയാണ് ഡാർക്ക് എനർജി ഉപയോഗിച്ച് തോറിനെ ഭൂമിയിലേക്ക് വിട്ടത്. ഇതും ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്കിതിന്റെ ആൻസർ അറിയില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം. കഥയിൽ ചോദ്യമില്ല എന്നൊക്കെ പറയില്ലേ? എന്നാൽ നിങ്ങൾക്ക് ആലോചിക്കാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് എല്ലാവർക്കും ക്യാപ്റ്റൻ അമേരിക്ക ഇഷ്ടമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴും വെടിവെക്കുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക അത് തടയാനായിട്ട്, വെടിയുണ്ടകളെ തടയാൻ വേണ്ടിയിട്ട് തന്റെ മുഖത്തിന് നേരെ ഷീൽഡ് എടുത്ത് പിടിക്കും അല്ലെ? അപ്പൊ എന്റെ സംശയം, എന്തുകൊണ്ടാണ് ആളുകൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ കാലിനിട്ട് വെടിവെക്കാത്തത്? അതൊരു പോയിന്റ് അല്ലേ? അതാണ് പറയുന്നത് കഥയിൽ ചോദ്യമില്ല എന്ന്. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതിന് ഉത്തരം തേടി പോവുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഞാൻ ആരെയും കളിയാക്കിയതൊന്നുമല്ല. ക്വസ്റ്റ്യൻ ചോദിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് എനിക്കും ഇങ്ങനെ ചില കാര്യങ്ങൾ അറിയില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡൗട്ട് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ ഞാൻ തൽക്കാലം വിട പറയുകയാണ്. വൺസ് അഗെയിൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.